നമസ്കാരം. പ്രൈം പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 മെയ് മാസം 11 മുതൽ 20 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. പാകിസ്ഥാനിൽ സ്വയം ഭരണാധികാരത്തിന് പോരാടുന്ന വിഘടനവാദ സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. പാകിസ്ഥാനിൽ സ്വയം ഭരണാധികാരത്തിന് പോരാടുന്ന വിഘടനവാദ സംഘടനയുടെ പേരാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അടുത്തത്, ജർമ്മനിയെ മറികടന്ന് കാറ്റിൽ നിന്നും സൗരോർജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ രാജ്യമായി മാറിയ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ജർമ്മനിയെ മറികടന്ന് കാറ്റിൽ നിന്നും സൗരോർജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ രാജ്യമായി മാറിയത് ഇന്ത്യയാണ്. ഒന്നാമത്തെ രാജ്യം ഏതാണ്? ചൈനയാണ് ഒന്നാം സ്ഥാനത്ത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ഇതിനു മുമ്പ് മൂന്നാം സ്ഥാനത്ത് ജർമ്മനി ആയിരുന്നു. ഇപ്പോൾ ജർമ്മനിയെ മറികടന്ന് ഇന്ത്യയാണ് മൂന്നാം സ്ഥാനത്ത്. 107.95 ജിഗാവാട്ട് വൈദ്യുതിയാണ് ഇത് ഇങ്ങനെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ജർമ്മനിയെ മറികടന്ന് കാറ്റിൽ നിന്നും സൗരോർജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ രാജ്യമായി മാറിയത് ഇന്ത്യയാണ്. അടുത്തത്, യുനെസ്കോ ഇന്റർ ഗവൺമെന്റ് ഹൈഡ്രോളജിക്കൽ പ്രോഗ്രാമിന്റെ ഭാഗമായി ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് വാട്ടർ മ്യൂസിയം പട്ടികയിൽ ഇടം നേടിയ മ്യൂസിയമാണ് CWRDM ജല പൈതൃക മ്യൂസിയം, കോഴിക്കോട്. അപ്പോൾ യുനെസ്കോ ഇന്റർ ഗവൺമെന്റ് ഹൈഡ്രോളജിക്കൽ പ്രോഗ്രാമിന്റെ ഭാഗമായി ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് വാട്ടർ മ്യൂസിയം പട്ടികയിൽ ഇടം നേടിയ മ്യൂസിയമാണ് കോഴിക്കോടുള്ള ജല പൈതൃക മ്യൂസിയം. CWRDM എന്ന് വെച്ചാൽ സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്നാണ്. സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്നാണ്. ഈ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് വാട്ടർ മ്യൂസിയം പട്ടികയിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള മൂന്നാമത്തെ മ്യൂസിയമാണ് കോഴിക്കോടുള്ള ജല പൈതൃക മ്യൂസിയം. ഇതിനു മുമ്പ് ലിവിംഗ് മ്യൂസിയം, പൂനെയിലെ ലിവിംഗ് മ്യൂസിയവും ജാൽ വാട്ടർ മ്യൂസിയം, ഉദയ്പൂരിലെ ജാൽ വാട്ടർ മ്യൂസിയവുമാണ് ഇതിനു മുമ്പ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള മ്യൂസിയങ്ങൾ. അപ്പൊ യുനെസ്കോ ഇന്റർ ഗവൺമെന്റ് ഹൈഡ്രോളജിക്കൽ പ്രോഗ്രാമിന്റെ ഭാഗമായി ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് വാട്ടർ മ്യൂസിയം പട്ടികയിൽ ഉൾപ്പെടുത്തിയ മ്യൂസിയമാണ് CWRDM ജല പൈതൃക മ്യൂസിയം, കോഴിക്കോട്. ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടുന്ന ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന മൂന്നാമത്തെ മ്യൂസിയമാണിത്. ഇതിനു മുമ്പ് ലിവിംഗ് മ്യൂസിയം, പൂനെയിലെ ലിവിംഗ് മ്യൂസിയവും ഉദയ്പൂരിലെ ജാൽ മ്യൂസിയവുമാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മലിനീകരണ റിപ്പോർട്ട് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യക്ക് 5ാം സ്ഥാനമാണ്. 2025 മലിനീകരണ റിപ്പോർട്ട് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 5ാം സ്ഥാനമാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശുമാണ് ഏറ്റവും മലിനീകരിക്കപ്പെട്ട രാജ്യങ്ങൾ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 5ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബ്രഹ്മോസ് എയറോസ്പേസ് ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ലക്നോയിലാണ്. അപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബ്രഹ്മോസ് എയറോസ്പേസ് ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് ലക്നോയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യൻ നെല്ലിന്റെ ആദ്യത്തെ പൂർണ്ണമായ പാൻ ജീനോം വികസിപ്പിച്ചെടുത്തത് ചൈനയാണ്. ഒരു ക്ലെയ്ഡിന്റെ എല്ലാ ജീനും ഉൾപ്പെടുന്ന ജീനാണ് പാൻ ജീനോം എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യൻ നെല്ലിന്റെ ആദ്യത്തെ പൂർണ്ണമായ പാൻ ജീനോം വികസിപ്പിച്ചെടുത്തത് ചൈനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ രജിസ്ട്രാർ ജനറൽ ഓഫീസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം ബുള്ളറ്റിൻ പ്രകാരം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശു മരണ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനങ്ങളാണ് മിസോറാം, മണിപ്പൂർ, സിക്കിം. അപ്പോൾ 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ രജിസ്ട്രാർ ജനറൽ ഓഫീസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം ബുള്ളറ്റിൻ പ്രകാരം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനങ്ങളാണ് മിസോറാം, മണിപ്പൂർ, സിക്കിം എന്നിവ. ആരാണ് ഈ ബുള്ളറ്റിൻ പുറത്തിറക്കുന്നത്? ഇന്ത്യൻ രജിസ്ട്രാർ ജനറൽ ഓഫീസാണ് ഇത് പുറത്തിറക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, താപ്തി നദി റീചാർജ് പദ്ധതി നടപ്പിലാക്കുന്നതിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശും മഹാരാഷ്ട്രയും. അപ്പോൾ താപ്തി നദി റീചാർജിംഗ് പദ്ധതി നടപ്പിലാക്കുന്നതിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശും മഹാരാഷ്ട്രയും.
അടുത്ത ക്വസ്റ്റ്യൻ 2025 ദേശീയ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് അമേരിക്ക. അപ്പോൾ 2025 ദേശീയ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? അമേരിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ കവിതാ സമാഹാരമായ കടൽക്കാക്കകളിലെ ശ്രദ്ധേയമായ കവിതയായ കൃഷ്ണാഷ്ടമിയെ ആസ്പദമാക്കി തയ്യാറാക്കുന്ന സിനിമയാണ് കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ്. അപ്പോൾ വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ കവിതാ സമാഹാരമായ കടൽക്കാക്കകളിലെ ശ്രദ്ധേയമായ കവിതയായ കൃഷ്ണാഷ്ടമിയെ ആസ്പദമാക്കി തയ്യാറാക്കുന്ന സിനിമയാണ് കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ്. അഭിലാഷ് ബാബു ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ ഏത് കവിതാ സമാഹാരത്തിലുള്ളതാണ് കൃഷ്ണാഷ്ടമി എന്ന് ചോദിച്ചാൽ കടൽക്കാക്കകൾ എന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണ് കൃഷ്ണാഷ്ടമി. ആ കൃഷ്ണാഷ്ടമിയെ ആസ്പദമാക്കി തയ്യാറാക്കുന്ന സിനിമയാണ് കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ്. ഇതിന്റെ സംവിധാനമാരാണ്? അഭിലാഷ് ബാബു ആണ് സംവിധാനം ചെയ്യുന്നത്. നെക്സ്റ്റ് OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം നേടിയത് സന്തോഷ് ഏച്ചിക്കാനം. OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം നേടിയത് സന്തോഷ് ഏച്ചിക്കാനമാണ്. അദ്ദേഹത്തിന്റെ കവണ എന്ന കഥാ സമാഹാരത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. OV വിജയൻ സ്മാരക നോവൽ പുരസ്കാരം നേടിയത് ആരാണ്? ഈ സന്തോഷ് കുമാറാണ് ഇത് നോവൽ പുരസ്കാരം നേടിയത്. അദ്ദേഹത്തിന്റെ ജ്ഞാനഭാരം എന്ന നോവലിനാണ് നോവൽ പുരസ്കാരം. OV വിജയൻ സ്മാരക നോവൽ പുരസ്കാരം നേടിയത് ഈ സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിന്റെ നോവലാണ് ജ്ഞാനഭാരം. അപ്പൊ ജ്ഞാനഭാരം എന്ന് പറയുന്ന നോവലിനാണ് OV വിജയൻ സ്മാരക നോവൽ വിഭാഗം പുരസ്കാരം നേടിയത്. അപ്പോൾ OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം നേടിയ വ്യക്തി ചോദിച്ചാൽ സന്തോഷ് ഏച്ചിക്കാനം. അദ്ദേഹത്തിന്റെ കവണ എന്ന് പറയുന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. നോവൽ വിഭാഗ പുരസ്കാരം നേടിയത് ആരാണ്? ഈ സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിന്റെ ജ്ഞാനഭാരം എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ കൗമാരത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ അവബോധവും ജീവിത നൈപുണ്യവും പെൺകുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കിഷോരി വികാസം. അപ്പോൾ കിഷോരി വികാസം എന്ന പദ്ധതി ആരംഭിച്ച സർക്കാർ ചോദിച്ചാൽ ഏതാണ്? ആന്ധ്രാപ്രദേശ് സർക്കാരാണ് കിഷോരി വികാസം എന്ന പദ്ധതി ആരംഭിച്ചത്. ഇതിന്റെ ലക്ഷ്യം ചോദിച്ചാൽ എന്താണ്? കൗമാരത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ അവബോധവും ജീവിത നൈപുണ്യവും പെൺകുട്ടികൾക്ക് നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ കൗമാരത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ അവബോധവും ജീവിത നൈപുണ്യവും പെൺകുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കിഷോരി വികാസം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കുന്നതിന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനിൽ നിന്നും ഔപചാരിക അംഗീകാരം ലഭിച്ച ആദ്യത്തെ അമേരിക്കൻ സർവകലാശാലയാണ് ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കുന്നതിനായി യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനിൽ നിന്നും ഔപചാരിക അംഗീകാരം ലഭിച്ച ആദ്യത്തെ അമേരിക്കൻ സർവകലാശാലയാണ് ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മുംബൈയിലാണ് ഈ ക്യാമ്പസ് സ്ഥാപിക്കാൻ പോകുന്നത്. മുംബൈയിലാണ് ഈ ക്യാമ്പസ് സ്ഥാപിക്കാനായി പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കുന്നതിന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനിൽ നിന്നും ഔപചാരിക അംഗീകാരം ലഭിച്ച ആദ്യത്തെ അമേരിക്കൻ സർവകലാശാലയാണ് ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അടുത്ത ക്വസ്റ്റ്യൻ പലാമു ടൈഗർ റിസർവിന്റെ കേന്ദ്രത്തിൽ നിന്നും പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കപ്പെടുന്ന ജാർഖണ്ഡിലെ ഗ്രാമമാണ് ജയ്ഗീർ ഗ്രാമം. പലാമു ടൈഗർ റിസർവിന്റെ കേന്ദ്രത്തിൽ നിന്നും പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കപ്പെടുന്ന ജാർഖണ്ഡിലെ ഗ്രാമമാണ് ജയ്ഗീർ ഗ്രാമം. അപ്പോൾ പലാമു ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ്. ആ പലാമു ടൈഗർ റിസർവിന്റെ കേന്ദ്രത്തിൽ നിന്നും പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കപ്പെടുന്ന ജാർഖണ്ഡിലെ ഗ്രാമമാണ് ജയ്ഗീർ ഗ്രാമം. അടുത്ത ക്വസ്റ്റ്യൻ അമ്പെയ്ത്ത് ലോകകപ്പ് സ്റ്റേജ് 2-ൽ വ്യക്തിഗത വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരിയാണ് മധുര ദമാം ഗോങ്കർ. അമ്പെയ്ത്ത് ലോകകപ്പ് സ്റ്റേജ് 2-ൽ വ്യക്തിഗത വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരിയാണ് മധുര ദമാൻ ഗോങ്കർ. മഹാരാഷ്ട്ര സ്വദേശിയാണ് മധുര ദമാൻ ഗോങ്കർ.
അടുത്ത ക്വസ്റ്റ്യൻ 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഭ വർമ്മയ്ക്കാണ്. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭ വർമ്മയ്ക്കാണ്. ONV കൾച്ചറൽ അക്കാദമിയാണ് ഈ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഭ വർമ്മയ്ക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ കാലാവസ്ഥയിലും ബഹിരാകാശത്ത് നിന്നുള്ള നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ISRO വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-09. ISRO വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-09. ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാ കാലാവസ്ഥയിലും ബഹിരാകാശത്ത് നിന്നുള്ള നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. റീസാറ്റ് 18 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. റീസാറ്റ് 18 എന്നും അറിയപ്പെടുന്നു. ഇതിന്റെ വിക്ഷേപണ വാഹനം ചോദിച്ചാൽ PSLV C61 എന്ന വാഹനത്തിലാണ് ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. 5 വർഷത്തെ കാലാവധിയായിരുന്നു ഉപഗ്രഹത്തിൽ ഉണ്ടായിരുന്നത്. കുറഞ്ഞ മർദ്ദം കാരണം ഈ ദൗത്യം എന്തായിരുന്നു? പരാജയമായിരുന്നു. അപ്പൊ EOS-09 എന്ന് പറയുന്ന ദൗത്യം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. PSLV C61 എന്ന് പറയുന്ന ഉപഗ്രഹത്തിലാണ് ഇത് വിക്ഷേപിച്ചത്. PSLVയുടെ 63ാമത് ദൗത്യമായിരുന്നു ഇത്. കുറഞ്ഞ മർദ്ദത്തെ തുടർന്ന് ഈ ദൗത്യം എന്തോന്ന് ചെയ്തു? പരാജയപ്പെട്ടു. അപ്പോൾ എല്ലാ കാലാവസ്ഥയിലും ബഹിരാകാശത്ത് നിന്നുള്ള നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ISRO വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പേരാണ് EOS-09. റിസാറ്റ് 18 എന്നും അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമയാണ് മൈ മെൽബൺ. UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമയാണ് മൈ മെൽബൺ. 27ാമത് UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ ആണ് നടന്നത്. ലണ്ടനിൽ വെച്ചിട്ടാണ് ഫെസ്റ്റിവൽ നടന്നത്. ലണ്ടനിൽ വെച്ചിട്ട് നടന്ന 27ാമത് ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമയാണ് മൈ മെൽബൺ. അടുത്ത ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ കെല്ലർ മേഖലയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഭീകരവിരുദ്ധ നടപടിയാണ് ഓപ്പറേഷൻ കെല്ലർ. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ കെല്ലർ മേഖലയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഭീകരവിരുദ്ധ നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ കെല്ലർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്നതിന് പട്ടികജാതി വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലക്ഷ്യ. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്നതിനായിട്ട് പട്ടികജാതി വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ലക്ഷ്യ. ഈ പദ്ധതി, ലക്ഷ്യ പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? പട്ടികജാതി വികസന വകുപ്പാണ് നടപ്പിലാക്കുന്നത്. ലക്ഷ്യം എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുക എന്നതാണ് ലക്ഷ്യ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, UPSCയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് അജയ് കുമാർ. UPSCയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് അജയ് കുമാർ. നെക്സ്റ്റ്, ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി, BR ഗവായി. അപ്പോൾ ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന രണ്ടാമത്തെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് ആര്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി. പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വ്യക്തിയാണ് KG ബാലകൃഷ്ണൻ. രണ്ടാമത്തെ വ്യക്തിയാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. അപ്പോൾ ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന വ്യക്തിയാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി അഥവാ BR ഗവായി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 130. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 130. ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? ഐസ്ലാൻഡിനാണ് ഒന്നാം സ്ഥാനം. നോർവേക്കാണ് രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡിനാണ്. അപ്പോൾ 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 130. UNDP ആണ് മാനവ
വികസന സൂചിക തയ്യാറാക്കുന്നത്. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് ആരാണ്? UNDP ആണ്. ടോട്ടൽ 193 രാജ്യങ്ങളാണുള്ളത്. ആ 193 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 130 ആണ്. ഒന്നാം സ്ഥാനം ഐസ്ലാൻഡിനും, രണ്ടാം സ്ഥാനം നോർവേക്കും, മൂന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡിനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമീണ യുവാക്കളെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാക്കാൻ 1972 തുടക്കമിട്ട നെഹ്റു യുവ കേന്ദ്രയുടെ പുതിയ പേരാണ് മേരാ യുവ ഭാരത്. ഗ്രാമീണ യുവാക്കളെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാക്കാൻ 1972 തുടക്കമിട്ട നെഹ്റു യുവ കേന്ദ്രയുടെ പുതിയ പേരാണ് മേരാ യുവ ഭാരത്. കേന്ദ്ര യുവജന ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഗ്രാമീണ മേഖലയെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ 1972 തുടക്കമിട്ട നെഹ്റു യുവ കേന്ദ്രയുടെ പുതിയ പേരാണ് മേരാ യുവ ഭാരത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 വേൾഡ് ഫുഡ് പ്രൈസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മരിയാഞ്ചല ഹംഗ്രിയ. ബ്രസീലിന്റെ മരിയാഞ്ചല ഹംഗ്രിയക്കാണ് 2025 വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചത്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ആണ് ഈ പുരസ്കാരം നൽകുന്നത്. അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ആണ് വേൾഡ് ഫുഡ് പ്രൈസ് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ 2025 വേൾഡ് ഫുഡ് പ്രൈസ് ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മരിയാഞ്ചല ഹംഗ്രിയ. ബ്രസീലാണ് സ്വദേശം. മരിയാഞ്ചല ഹംഗ്രിയ. അടുത്ത ക്വസ്റ്റ്യൻ, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അംബിക സുധൻ മങ്ങാട്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബിക സുധൻ മങ്ങാടിനാണ്. അദ്ദേഹത്തിന്റെ അല്ലോഹലൻ എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 25,000 രൂപയാണ് പുരസ്കാര തുക ചോദിച്ചാൽ എത്രയാണ്? 25,000 രൂപയാണ്. അപ്പോൾ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അംബിക സുധൻ മങ്ങാടിനാണ്. അദ്ദേഹത്തിന്റെ അല്ലോഹലൻ എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ബയോടെക്കിന്റെ അനുബന്ധ സ്ഥാപനമായ ബയോവെറ്റ് പുറത്തിറക്കിയ ലംബി സ്കിൻ ഡിസീസിൽ നിന്നും കന്നുകാലികളെ സംരക്ഷിക്കുന്നതിനുള്ള വാക്സിനാണ് ബയോ ലംബി വാക്സിൻ. അപ്പൊ കന്നുകാലികൾക്ക് ബാധിക്കുന്ന ഒരു രോഗമാണ് ലംബി സ്കിൻ ഡിസീസ്. അതിനെതിരെയുള്ള വാക്സിനാണ് ബയോ ലംബി വാക്സിൻ. ഈ വാക്സിൻ പുറത്തിറക്കുന്ന കമ്പനി ചോദിച്ചാൽ ഏതാണ്? ബയോവെറ്റ് കമ്പനിയാണ് ഇത് പുറത്തിറക്കുന്നത്. ഭാരത് ബയോടെക്കിന്റെ അനുബന്ധ കമ്പനിയാണ് ഇത് ബയോവെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഭാരത് ബയോടെക്കിന്റെ അനുബന്ധ സ്ഥാപനമായ ബയോവെറ്റ് പുറത്തിറക്കിയ ലംബി സ്കിൻ ഡിസീസിൽ നിന്നും കന്നുകാലികളെ സംരക്ഷിക്കുന്നതിനുള്ള വാക്സിന്റെ പേരാണ് ബയോ ലംബി വാക്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യ ഹരിത ബോട്ട് ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കടമക്കുടിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യ ഹരിത ബോട്ട് ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കടമക്കുടിയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഹരിത ബോട്ട് ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കടമക്കുടിയാണ്. OP കൺസൾട്ടേഷനും അടിയന്തര സേവനങ്ങൾക്ക് ആവശ്യമായ എല്ലാ മെഡിക്കൽ ഉപകരണങ്ങളും അടങ്ങുന്നതാണ് ഈ ആംബുലൻസ് ഡിസ്പെൻസറി എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തെ ആദ്യ ഹരിത ബോട്ട് ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കടമക്കുടിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഭീകരവിരുദ്ധ നടപടികളാണ് ഓപ്പറേഷൻ നാഗറും ഓപ്പറേഷൻ കെല്ലറും. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഓപ്പറേഷൻ നാഗർ ആൻഡ് ഓപ്പറേഷൻ കെല്ലർ. അടുത്ത ക്വസ്റ്റ്യൻ, സാംസ്കാരിക വകുപ്പിന് കീഴിൽ നടക്കുന്ന 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്ര മേളയുടെ വേദി എവിടെയാണ്? കൊട്ടാരക്കര. സാംസ്കാരിക വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്ര മേളയുടെ വേദി ചോദിച്ചാൽ കൊട്ടാരക്കര. നെക്സ്റ്റ്, ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ശ്രീഹരി എല്ലാർ. തമിഴ്നാട് സ്വദേശിയായ ശ്രീഹരി എല്ലാർ ആണ് ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ.
ഫിഡെയാണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നൽകുന്നത് ആരാണ്? ഫിഡെയാണ്. ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ഫിഡെയാണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നൽകുന്നത്. അങ്ങനെ ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് ശ്രീഹരി LR ആണ്. തമിഴ്നാട് സ്വദേശി ശ്രീഹരി LR ആണ് ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ജേതാക്കൾ ആരാണ്? മഹാരാഷ്ട്ര. 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ജേതാക്കൾ മഹാരാഷ്ട്രയ്ക്ക് ടോട്ടൽ 158 മെഡലാണ് കിട്ടിയത്. 58 സ്വർണം, 47 വെള്ളി, 53 വെങ്കലം എന്നിവ ഉൾപ്പെടെ ടോട്ടൽ 158 മെഡലാണ് മഹാരാഷ്ട്രയ്ക്ക് കിട്ടിയത്. രണ്ടാം സ്ഥാനം ഹരിയാനയ്ക്ക് 117 മെഡലുകളും, മൂന്നാം സ്ഥാനം രാജസ്ഥാന് 60 മെഡലുകളാണ് ലഭിച്ചത്. അപ്പൊ 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ജേതാക്കൾ ചോദിച്ചാൽ ആരാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 158 മെഡലാണ്. 58 സ്വർണം, 47 വെള്ളി, 53 വെങ്കലം. ഇനി ഇതിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? കേരളത്തിന് 8ാമത് സ്ഥാനമായിരുന്നു. കേരളത്തിന് 8ാമത് സ്ഥാനമായിരുന്നു. കേരളത്തില് ടോട്ടല് 25 മെഡലുകളാണ് കേരളത്തിന് ലഭിച്ചത്. 12 സ്വർണം, 5 വെള്ളി, 8 വെങ്കലം എന്നിവ ഉൾപ്പെടെ 25 മെഡലുകളാണ് ടോട്ടൽ ആർക്ക് ലഭിച്ചത്? കേരളത്തിന് ലഭിച്ചത്. കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 8ാം സ്ഥാനമാണ് കേരളത്തിന്. ടോട്ടൽ 25 മെഡലുകൾ, 12 സ്വർണം, 5 വെള്ളി, 8 വെങ്കലമാണ് കേരളത്തിന് ലഭിച്ചത്. അപ്പൊ 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ജേതാക്കൾ ചോദിച്ചാൽ മഹാരാഷ്ട്ര, രണ്ടാം സ്ഥാനം ഹരിയാനയ്ക്കും, മൂന്നാം സ്ഥാനം രാജസ്ഥാനുമാണ്. കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ കേരളത്തിന് 8ാം സ്ഥാനമാണ്. കേരളത്തിന് ലഭിച്ച മെഡലുകൾ 25 മെഡലാണ്. 12 സ്വർണം, 5 വെള്ളി, 8 വെങ്കലം. ഇനി 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? ബീഹാർ ആയിരുന്നു വേദി. ഇതിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഗജസിംഹ എന്നതായിരുന്നു 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. നെക്സ്റ്റ്, ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രചോദനം. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രചോദനം. 18 മുതൽ 40 വയസ്സ് വരെയാണ് ഈ പദ്ധതിയുടെ പ്രായപരിധി എന്ന് പറയുന്നത്. അപ്പൊ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രചോദനം. പ്രായപരിധി എത്രയാണ്? 18 മുതൽ 40 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി. അടുത്ത ക്വസ്റ്റ്യൻ, ആഗോള മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151. ആഗോള മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 151. ടോട്ടൽ 180 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 151. ഒന്നാം സ്ഥാനം ചോദിച്ചാൽ ആർക്കാണ്? ഫിൻലാൻഡിനാണ് ഒന്നാം സ്ഥാനം ഫിൻലാൻഡിനാണ്. അതേപോലെ റിപ്പോർട്ട്സ് വിത്തൗട്ട് ബോർഡ് എന്ന സംഘടനയാണ് ഈ പട്ടിക പ്രസിദ്ധീകരിച്ചത്. റിപ്പോർട്ട്സ് വിത്തൗട്ട് ബോർഡ് എന്ന് പറയുന്ന സംഘടനയാണ് ആഗോള മാധ്യമ സ്വതന്ത്ര സൂചിക പ്രസിദ്ധീകരിച്ചത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151 ഇന്ത്യയുടെ സ്ഥാനം. ഒന്നാം സ്ഥാനം ഫിൻലാൻഡിനാണ്. ടോട്ടൽ 180 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ആസാം സർക്കാർ അവതരിപ്പിച്ച AI അധിഷ്ഠിത ആങ്കറിന്റെ പേരാണ് അങ്കിത. മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ആസാം സർക്കാർ അവതരിപ്പിച്ച AI അധിഷ്ഠിത ആങ്കറിന്റെ പേരാണ് അങ്കിത.
അടുത്ത ക്വസ്റ്റ്യൻ, ഒലിവർ റിഡ്ലി കടലാമകളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മിഷനാണ് ഓപ്പറേഷൻ ഒലീവിയ. ഒലിവർ റിഡ്ലി കടലാമകളെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മിഷനാണ് ഓപ്പറേഷൻ ഒലീവിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് എ പ്രദീപ് കുമാർ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? എ പ്രദീപ് കുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കയ്യെഴുത്ത് പ്രതി പൈതൃകം ഡിജിറ്റൈസ് ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മിഷനാണ് ഗ്യാൻ ഭാരതം മിഷൻ. ഇന്ത്യയുടെ കയ്യെഴുത്ത് പ്രതി പൈതൃകം ഡിജിറ്റൈസ് ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മിഷന്റെ പേരാണ് ഗ്യാൻ ഭാരതം മിഷൻ. അടുത്തത്, പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. 25,000 രൂപയാണ് പുരസ്കാര തുക. അപ്പോൾ പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹെർമൻ ഗുണ്ടത്ത് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ പ്രഥമ ഹെർമൻ ഗുണ്ടത്ത് പുരസ്കാരം ലഭിച്ചതാർക്കാണ്? വള്ളിക്കാവ് മോഹൻദാസിനാണ്. ഹെർമൻ ഗുണ്ടത്ത് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ പ്രഥമ ഹെർമൻ ഗുണ്ടത്ത് പുരസ്കാരം ലഭിച്ചത് വള്ളിക്കാവ് മോഹൻദാസിനാണ്. 1,10,000 രൂപയാണ് പുരസ്കാര തുക. 1,10,000 രൂപയാണ് പുരസ്കാര തുക. അതേപോലെ മിഷണറിമാരുടെ കേരളം എന്ന ചരിത്ര ഗ്രന്ഥം ആരുടേതാണ്? വള്ളിക്കാവ് മോഹൻദാസിന്റെയാണ് മിഷണറിമാരുടെ ചരിത്ര ഗ്രന്ഥം. മിഷണറിമാരുടെ കേരളം എന്ന ചരിത്ര ഗ്രന്ഥം രചിച്ചത് വള്ളിക്കാവ് മോഹൻദാസ് ആണ്. അപ്പോൾ ഹെർമൻ ഗുണ്ടത്ത് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ പ്രഥമ ഹെർമൻ ഗുണ്ടത്ത് പുരസ്കാരം ലഭിച്ചത് വള്ളിക്കാവ് മോഹൻദാസ്. അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥമാണ് മിഷണറിമാരുടെ കേരളം. 1,10,000 രൂപയാണ് പുരസ്കാര തുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റ ഡോം ജംഗിൾ സഫാരി ട്രെയിൻ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റ ഡോം ജംഗിൾ സഫാരി ട്രെയിൻ ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ പേരാണ് ഉന്നതി. അടുത്തത്, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ അടുത്തിടെ മേഘാലയ റിഫോയ് ജില്ലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചാടുന്ന ചിലന്തിയാണ് ഇരുരു മേഘാലയ. അപ്പോൾ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം ചാടുന്ന ചിലന്തിയാണ് ഇരുര മേഘാലയ. അത് എവിടെ നിന്നാണ് കണ്ടെത്തിയത്? മേഘാലയ റിഫോയ് ജില്ലയിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ മേഘാലയ റിഫോയ് ജില്ലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചാടുന്ന ചിലന്തിയാണ് ഇരുര മേഘാലയ. അടുത്ത ക്വസ്റ്റ്യൻ, 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പുരാവസ്തു എക്സ്പീരിയൻഷ്യൽ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ വഡ്നഗറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുരാവസ്തു എക്സ്പീരിയൻഷ്യൽ മ്യൂസിയം നിലവിൽ വരുന്നത് വഡ്നഗർ, ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കയറിയ ഷെർപ്പ വിഭാഗത്തിലെ അംഗമല്ലെന്ന നേട്ടം സ്വന്തമാക്കിയത് കെൻഡൻ കൂളാണ്. ഇംഗ്ലണ്ടിന്റെ കെൻഡൻ കൂളാണ് എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കയറിയ ഷെർപ്പ വിഭാഗത്തിലെ അംഗമല്ലെന്ന നേട്ടം സ്വന്തമാക്കിയത്.
കെൻഡൻ പോൾ 19 തവണയാണ് എവറസ്റ്റ് കയറിയത്. 19 തവണയാണ് കെൻഡൻ പോൾ എവറസ്റ്റ് കയറിയത്. ഇനി ഏറ്റവും കൂടുതൽ എവറസ്റ്റ് കയറിയ വ്യക്തി ചോദിച്ചാൽ ആരാണ്? കാമി റീത്തിയാണ്. അദ്ദേഹം 30 തവണയാണ് എവറസ്റ്റ് കയറിയത്. അദ്ദേഹം ഷെർപ്പ വിഭാഗത്തിലെ വ്യക്തിയാണ്. ഇവിടെ ഷെർപ്പ വിഭാഗത്തിലെ വ്യക്തി അല്ലാത്ത എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കയറിയ വ്യക്തിയാണ് ആര്? കെൻഡൻ പോൾ. 19 തവണയാണ് എവറസ്റ്റ് കയറിയത്. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗ് തയ്യാറാക്കിയ സാമ്പത്തിക ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഒഡീഷ. നീതി ആയോഗ് തയ്യാറാക്കിയ സാമ്പത്തിക ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഒഡീഷ. 2-ാം സ്ഥാനം ഛത്തീസ്ഗഡിനും 3-ാം സ്ഥാനം ഗോവയ്ക്കുമാണ്. അപ്പോൾ നീതി ആയോഗ് തയ്യാറാക്കിയ സാമ്പത്തിക ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനം ചോദിച്ചാൽ ഒഡീഷ, 2-ാം സ്ഥാനം ഛത്തീസ്ഗഡിനും 3-ാം സ്ഥാനം ഗോവയ്ക്കുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഥമ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ദിയു. ദിയുവിലെ ഘോഗ്ല ബീച്ചിലാണ്. ഘോഗ്ല ബീച്ച്. അപ്പൊ പ്രഥമ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ വേദി ചോദിച്ചാൽ ദിയു ഘോഗ്ല ബീച്ച് ആണ്. പ്രഥമ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ വേദിയാണ് ദിയു. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ്. 2025 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയ വ്യക്തിയാണ് കാർലോസ് അൽക്കാരസ്. ഇറ്റലിയുടെ കാർലോസ് അൽക്കാരസ്. യാനിക് സിന്നറെ പരാജയപ്പെടുത്തിയാണ് കാർലോസ് അൽക്കാരസ് 2025 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത്. ഇനി ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗം ജേതാവ് ചോദിച്ചാൽ ആരാണ്? ജാസ്മിൻ പൗളിനി. ഇറ്റലി താരം ജാസ്മിൻ പൗളിനിയാണ് വനിതാ വിഭാഗം ജേതാവ്. അപ്പോൾ 2025 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. യാനിക് സിന്നറെ പരാജയപ്പെടുത്തിയാണ് കാർലോസ് അൽക്കാരസ് കിരീടം നേടിയത്. വനിതാ വിഭാഗം ജേതാവ് ആരാണ്? ജാസ്മിൻ പൗളിനിയാണ് വനിതാ വിഭാഗം ജേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, വെബ് ബ്രൗസർ ആയ ക്രോമിൽ കൊണ്ടുവന്ന നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ലാർജ് ലാംഗ്വേജ് മോഡലാണ് നാനോ. വെബ് ബ്രൗസർ ആയ ക്രോമിൽ കൊണ്ടുവന്ന നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിത ലാർജ് ലാംഗ്വേജ് മോഡലിന്റെ പേരാണ് നാനോ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോത്ര വിഭാഗ കർഷകർക്കായി ഇന്ദിര സൗര ഗിരിജാല വികാസം പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനമാണ് തെലങ്കാന. ഗോത്ര വിഭാഗ കർഷകർക്കായി ഇന്ദിര സൗര ഗിരിജാല വികാസ പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനമാണ് തെലങ്കാന. ഗോത്ര കർഷകർക്ക് സൗരോർജ ജലസേചന പദ്ധതി, ഗോത്ര കർഷകർക്കായി നടപ്പിലാക്കുന്ന സൗരോർജ ജലസേചന പദ്ധതിയാണ് ഇത്? ഇന്ദിര സൗര ഗിരിജാല വികാസം. ഇത് കൊണ്ടുവന്ന സംസ്ഥാനമാണ് തെലങ്കാന. അപ്പൊ ഗോത്ര വിഭാഗ കർഷകർക്കായി ഇന്ദിര സൗര ഗിരിജാല വികാസം പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനം ചോദിച്ചാൽ തെലങ്കാന. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മെയ്യിൽ ചെസ് നിരോധിച്ച രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. 2025 മെയ്യിൽ ചെസ് നിരോധിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ചൂതാട്ട സ്വഭാവം സംശയിക്കുന്നതിന്റെ പേരിലാണ് അഫ്ഗാനിസ്ഥാനിൽ എന്തോ നിരോധിച്ചത്? ചെസ് നിരോധിച്ചത്. അപ്പോൾ 2025 മെയ്യിൽ ചെസ് നിരോധിച്ച രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, തമിഴ്നാടിന്റെ ശുചീകരണ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ക്ലീൻ തമിഴ്നാടിന്റെ ആദ്യ സിഇഒ ആയി നിയമിതനായ മലയാളിയാണ് ഗംഗാ ദിലീപ്. തമിഴ്നാടിന്റെ ശുചീകരണ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ക്ലീൻ തമിഴ്നാടിന്റെ ആദ്യ സിഇഒ ആയ മലയാളിയാണ് ഗംഗാ ദിലീപ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 31 മാവോയിസ്റ്റുകളുടെ മരണത്തിന് ഇടയാക്കിയ ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ മലമ്പ്രദേശത്ത് CRPF പോലീസ് മേധാവികൾ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് എവിടെയാണ് നടന്നത്? ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ മലമ്പ്രദേശത്ത് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ്. 33 മാവോയിസ്റ്റുകളുടെ മരണത്തിന് ഇടയാക്കിയ ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ മലമ്പ്രദേശത്ത് CRPF പോലീസ് മേധാവികൾ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ 2.5 കിലോമീറ്റർ ഉയരത്തിൽ ചെന്ന് മിസൈലുകളെ ഭസ്മമാക്കാൻ കഴിവുള്ള ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സംവിധാനമാണ് ഭാർഗവാസ്ത്ര. 2.5 കിലോമീറ്റർ ഉയരത്തിൽ ചെന്ന് മിസൈലുകളെ ഭസ്മമാക്കാൻ കഴിവുള്ള ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് ഭാർഗവാസ്ത്ര. 64 മൈക്രോ മിസൈലുകൾ തുടരെ പായിക്കാൻ കഴിവുള്ള പ്രതിരോധ സംവിധാനമാണ് ഭാർഗവാസ്ത്ര. അതേപോലെ 20 മീറ്റർ ചുറ്റളവിലുള്ള ഡ്രോണുകളെയും ഇത് തകർക്കും. അപ്പോൾ 2.5 കിലോമീറ്റർ ഉയരത്തിൽ ചെന്ന് മിസൈലുകളെ ഭസ്മമാക്കാൻ കഴിവുള്ള ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് ഭാർഗവാസ്ത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പര്യവേഷണം ചെയ്യുന്നതിനുമായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഗോത്രഫേരി. ഗോത്രഫേരി. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പര്യവേഷണം ചെയ്യുന്നതിനുമായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഗോത്രഫേരി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.